കേരളത്തിലെ വയനാടൻ ചുരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്നാൽ അതിനേക്കാൾ വന്യമായ ഭാവങ്ങളുള്ള ഒരു മലയോര സുന്ദരിയാണ് അമ്പോളി. ദക്ഷിണ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 690 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേവലം ഒരു ഹിൽ സ്റ്റേഷൻ മാത്രമല്ല, അത് പ്രകൃതിയുടെ ഒരു മഹാത്ഭുതമാണ്. മഴയുടെ കാര്യത്തിൽ അമ്പോളിക്ക് ഒരു പ്രത്യേക വാശിയുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായതിനാൽ ഇവിടം മഹാരാഷ്ട്രയുടെ ചിറാപുഞ്ചി എന്ന് വിളിക്കപ്പെടുന്നു. വർഷകാലം തുടങ്ങുന്നതോടെ അമ്പോളി ഒരു പച്ചക്കടലായി മാറും. മലനിരകളിൽ നിന്ന് നൂറുകണക്കിന് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പൊട്ടിമുളയ്ക്കും. കോടമഞ്ഞ് കയ്യെത്തും ദൂരത്ത് വന്ന് നമ്മെ തൊട്ടുരുമ്മി കടന്നുപോകുന്ന ആ അനുഭവം വാക്കുകൾക്ക് അതീതമാണ്. അമ്പോളിയിലെ ഏറ്റവും വലിയ വിസ്മയം കാവലേശത് പോയിന്റ് ആണ്. മഴക്കാലത്തെ കനത്ത കാറ്റിൽ വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതിന് പകരം മുകളിലേക്ക് പറക്കുന്ന റിവേഴ്സ് വാട്ടർഫാൾ ഇവിടെ കാണാം. പ്രകൃതിയുടെ ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന ഈ കാഴ്ച കാണാൻ ശ്വാസമടക്കി നിൽക്കേണ്ടി വരും. ഇവിടുത്തെ അഗാധമായ താഴ്വരകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന കാറ്റിന്റെ ശബ്ദം പോലും ഒരു പ്രത്യേക സംഗീതമാണ്. ഹിരണ്യകേശി നദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഗുഹാക്ഷേത്രം അമ്പോളിയുടെ ആത്മീയവും ചരിത്രപരവുമായ മുഖമാണ്. കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിനുള്ളിലെ ഇരുണ്ട ഗുഹയിൽ നിന്നാണ് സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവുമായി നദി ഒഴുകിത്തുടങ്ങുന്നത്. ഈ ജലം അമ്പോളിയിലെ ജനങ്ങളുടെ ജീവനാഡിയാണ്. ഇതിനടുത്തുള്ള മാധവ്ഗഡ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ ചരിത്രത്തിലേക്ക് മിഴിതുറക്കുന്നു. പണ്ട് കൊങ്കൺ തീരത്തെ നിരീക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്ന ഈ കോട്ടയിൽ നിന്ന് നോക്കിയാൽ അറബിക്കടലിന്റെ ദൂരക്കാഴ്ചകൾ പോലും കാണാൻ സാധിക്കും. ഒരു സാധാരണ വിനോദസഞ്ചാരി കാണുന്നതിനപ്പുറം അമ്പോളിക്ക് മറ്റൊരു ലോകമുണ്ട്. രാത്രികാലങ്ങളിൽ ഈ വനം ഉണരുന്നത് അപൂർവമായ ഉരകങ്ങളുടെയും ഉഭയജീവികളുടെയും ശബ്ദങ്ങളോടെയാണ്. അമ്പോളി ടോഡ് എന്ന പേരിലറിയപ്പെടുന്ന തവളവർഗവും തിളങ്ങുന്ന പച്ച നിറമുള്ള മലബാർ പിറ്റ് വൈപ്പർ എന്ന പാമ്പും ഫോട്ടോഗ്രാഫർമാരുടെ പ്രധാന ആകർഷണമാണ്. മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഓർക്കിഡുകളും കാട്ടുപൂക്കളും ഇവിടുത്തെ വനപാതകളെ മനോഹരമാക്കുന്നു. കൊങ്കൺ റെയിൽവേ വഴി വരുന്നവർക്ക് സാവന്തവാടി സ്റ്റേഷനിലിറങ്ങി ഇവിടേക്ക് എത്താം. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഗോവ യാത്രയുടെ കൂടെയോ അല്ലെങ്കിൽ കൊങ്കൺ യാത്രയുടെ ഭാഗമായോ അമ്പോളിയെ ഉൾപ്പെടുത്താവുന്നതാണ്. ചൂടുള്ള മാൽവാനി മീൻ കറികളും വടാപാവും അമ്പോളിയിലെ തണുത്ത കാലാവസ്ഥയിൽ കഴിച്ച് വിശ്രമിക്കുന്നത് ഒരു സ്വപ്നതുല്യമായ അനുഭവമായിരിക്കും. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം ആഗ്രഹിക്കുന്നവർക്കും ക്യാമറയുമായി പ്രകൃതിയുടെ അപൂർവ ദൃശ്യങ്ങൾ തേടുന്നവർക്കും അമ്പോളി എന്നെന്നും ഒരു വിസ്മയമായി തുടരും. ആ മഞ്ഞും മഴയും ഒരിക്കലെങ്കിലും അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും അവിടേക്ക് പോകാൻ നിങ്ങളുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കും.